രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് ഒരു യാത്രയാണല്ലോ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ യാത്രയ്ക്ക് കുറച്ചധികം വെല്ലുവിളികളുണ്ട്, അല്ലേ? പ്രിയ രക്ഷിതാവേ, ഒരുപാട് ചോദ്യങ്ങളിലൂടെയും ചിലപ്പോൾ ആശങ്കകളിലൂടെയും ആവാം നിങ്ങൾ കടന്നുപോകുന്നത്. ആ യാത്രയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വെല്ലുവിളികളും ഈ സമ്മർദ്ദങ്ങളും ഇടയ്ക്കൊക്കെ തോന്നുന്ന ആ ഒരു ഒറ്റപ്പെടലും ഇതൊന്നും നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. സത്യം പറഞ്ഞാല് നമ്മളെപ്പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഇതേ അവസ്ഥയിലൂടെയാണ് ഓരോ ദിവസവും കടന്നുപോകുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ വളർന്ന ലോകമല്ല ഇന്നത്തെ കുട്ടികളുടേത്. അതൊരു പുതിയ യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, കാലം മാറിയതുകൊണ്ടാണ്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നോക്കൂ, ടെക്നോളജി എന്ത് വേഗത്തിലാണ് മാറുന്നത്. എപ്പോഴും ഫോണും സ്ക്രീനും, അതിന്റെ ഒരു ഡിജിറ്റൽ സ്റ്റിമുലേഷൻ. പോരാത്തതിന് പഠിത്തത്തിന്റെ സമ്മർദ്ദവും വേറെ. ഇമോഷണലായിട്ടും അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പലപ്പോഴും കാര്യങ്ങൾ. പിന്നെ കൂട്ടുകാരുടെ സ്വാധീനവും. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരേയൊരു ചോദ്യമേ വരൂ, അല്ലേ? ഈ ഒരു പുതിയ ലോകത്ത് എന്റെ കുഞ്ഞിനെ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും പിന്നെ വൈകാരികമായി നല്ല കരുത്തോടെയും എനിക്കെങ്ങനെ വളർത്താൻ പറ്റും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്. ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ ആദ്യം നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ പെർഫെക്റ്റ് പേരന്റ്സ് ആകാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് നമ്മുടെ കുട്ടികളുമായി നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനാണ്. അതായത് പണ്ടത്തെ പോലെ എല്ലാം നിയന്ത്രിച്ച് ഒരു തെറ്റും വരുത്താതെ കുട്ടികളെ വളർത്തുക എന്നതിലല്ല കാര്യം. അതിനു പകരം അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന, അവരെ കേൾക്കുന്ന ഈ പുതിയ ലോകത്ത് അവർക്ക് വഴികാട്ടിയാവാൻ പറ്റുന്ന ഒരാളാവുക. കൺട്രോളിൽ നിന്ന് കണക്ഷനിലേക്കുള്ള ഒരു മാറ്റം. ഈ യാത്രയിൽ നമ്മളെ സഹായിക്കാൻ വളരെ ലളിതമായ ഒരു ചട്ടക്കൂടുണ്ട്. അതാണ് കോമ്പിറ്റൻസി മോഡൽ. കുട്ടികളുടെ വളർച്ചയെ മൊത്തത്തിൽ കാണാൻ ഇത് നമ്മളെ സഹായിക്കും. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. 1. അറിവ്. അവർ എന്താണ് അറിയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ്. 2. കഴിവുകൾ. ആ അറിവ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള സ്കിൽസ്. പിന്നെ 3ാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, മനോഭാവം, ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ 3ഉം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കുട്ടിയുടെ യഥാർത്ഥ വളർച്ച നടക്കുന്നത്. ഇനി കുട്ടികളുടെ പെരുമാറ്റത്തിന്റെ പിന്നിലെ കാരണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമുണ്ട്. അതാണ് ബ്രെയിൻ ബോഡി ബിഹേവിയർ സിസ്റ്റം. അതായത് അവരുടെ തലച്ചോറ്, ശരീരം, പെരുമാറ്റം, ഇത് 3ഉം തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. കുട്ടിയുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ശരീരത്തെ ബാധിക്കും. അത് സ്വാഭാവികമായും അവരുടെ പെരുമാറ്റത്തിലും കാണാം. ഈയൊരു ബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞാൽ എന്റെ കുട്ടി എന്തിനാണിങ്ങനെ പെരുമാറുന്നത് എന്ന പല ചോദ്യങ്ങൾക്കും നമുക്കുത്തരം കിട്ടും. അപ്പോ ഈ ആശയങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? അതിനാണ് 90 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു യാത്ര നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് വ്യക്തമായൊരു ദിശാബോധം നൽകുന്ന ഒരു പാതയാണിത്. ഈ യാത്രയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ്. പഠനത്തിലെ സമ്മർദ്ദം മുതൽ ഈ ഡിജിറ്റൽ ലോകം കുട്ടികളിലുണ്ടാക്കുന്ന സ്വാധീനം വരെ. അതുപോലെ കൗമാരപ്രായത്തിലെ മാറ്റങ്ങൾ, കൂട്ടുകാരുടെ ഇടയിൽ നിന്നുള്ള പ്രഷർ, ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാല് ഇത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുള്ള അച്ഛനമ്മമാർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്നതാണ്. നിങ്ങളുടെ കുട്ടി ചെറുതാണെങ്കിൽ അവരുടെ വൈകാരികമായ അടിത്തറ ബലപ്പെടുത്താൻ ഇത് സഹായിക്കും. ഇനിയിപ്പോ ഒരു ട്വീനേജിലാണെങ്കിലേ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും. കൗമാരക്കാരാണെങ്കിലോ സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനും സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ശരിയായ രീതിയിൽ കൊണ്ടുപോകാനും ഇത് വഴികാട്ടും. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വളരെ ലളിതമാണ്. മൊത്തം 30 മൊഡ്യൂളുകളാണുള്ളത്. 90 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന രീതിയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് പഠിക്കാം. ലൈവ് സെഷനുകളുണ്ടാകും. അതുപോലെ റെക്കോർഡ് ചെയ്ത ക്ലാസുകളും കാണാം. അതും 1-ലധികം ഭാഷകളിൽ ലഭ്യമാണ്. അപ്പോ നിങ്ങളുടെ തിരക്കിനിടയിലും ഇത് കൊണ്ടുപോകാൻ പറ്റും. ശരി, ഈ യാത്ര കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കും ഉത്കണ്ഠകൾക്കും പകരം ഒരു വ്യക്തതയും ശാന്തതയും വരും. വീട്ടിലെ ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും മാറി നല്ല ആശയവിനിമയം വരും. തുറന്ന് സംസാരിക്കാനുള്ള ഒരിടം. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിനു പകരം നിങ്ങളുടെ കുട്ടിയുടെ വൈകാരികമായ കാര്യങ്ങളിൽ അവരെ നയിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവർക്കൊരു താങ്ങും തണലുമായി മാറും. കാരണം ഈ യാത്രയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇതാണ്. സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത
പലപ്പോഴും നമ്മുടെ വീടുകളിൽ തുറന്ന് സംസാരിക്കാത്ത, എന്നാൽ ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ഓരോ കുട്ടിയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിലോ വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നോർക്കുക, നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് അവരെ കേൾക്കാനും മനസ്സിലാക്കാനും എപ്പോഴും കൂടെ ഉണ്ടാവാനും കഴിയുന്ന ഒരു രക്ഷിതാവാകുക എന്നതാണ്. വീണ്ടും കാണാം. നന്ദി.